എത്ര പെട്ടെന്നല്ലേ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു പോയത്. അപ്പോൾ എന്തായാലും എക്സാം ഒക്കെ ആയി. സോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി അധികം കട്ടിയില്ലാത്ത 2 കാർഡ്ബോർഡ് പീസ് ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് വാങ്ങി ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു മേക്കപ്പ് സ്പഞ്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാർഡ്ബോർഡിന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 തവണ ബേസ് കോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കളറിന് പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ബേസ് കോട്ട് അടിക്കാൻ സ്പഞ്ചില്ലാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് 2 പീസും പെയിൻ്റ് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിന് ഒരു ബ്യൂട്ടിഫുൾ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഒരു 8 സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ പീസസ് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷേപ്പിൽ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതും ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് കാർഡ്ബോർഡ് ഒന്ന് കളർഫുൾ ആക്കി എടുക്കാം. ക്യൂട്ട്നെസ് പറ്റി കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേസ്റ്റൽ ഷെയ്ഡ്സാണ് എടുക്കുന്നത്. അതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ നടുക്ക് ഒരു സെമി സർക്കിൾ വരച്ചു കൊടുത്തിട്ട് അതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് എടുത്തിരിക്കുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. അതും ഇതുപോലെ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ലാവൻഡർ കളറും ലാസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കളറിങ് പരിപാടി ഇവിടെ കഴിഞ്ഞു. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ മറ്റേ പീസ് ഇതുപോലെ കളർ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ഇങ്ങനെ തന്നെ കളർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കാർഡ്ബോർഡ് പീസസും നമുക്ക് ഈ ഒരു ബേസിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. പക്ഷേ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഫെവി ബോണ്ടാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വേറെ ഒന്നുമല്ല, ഒരു നോട്ട് ഹോൾഡർ ആണ്. പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്താണ് ലെക്ചർ നോട്ട്സ് എഴുതണം അത് ഇതുപോലെ ടോപ്പിക് എഴുതി അതിന് താഴെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഓരോരോ പോയിന്റ്സ് എഴുതി കൊടുക്കണം. അല്ലാതെ എക്സാം ടൈമിൽ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഫുള്ള് വായിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെക്ടിക്കും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര മടിയും തോന്നും. അതുകൊണ്ട് നിങ്ങൾ ലെക്ചർ നോട്ട്സ് എഴുതുക. എഴുതിയ നോട്ട്സൊക്കെ നമ്മുടെ ക്യൂട്ട് സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പുതിയ ടോപ്പിക്സിനിടയ്ക്കും ഈ പഴയ പോർഷൻസൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്കുണ്ട്. ഫൈനലി 2 ഡെക്കോ പീസും കൂടി വെച്ച് നമ്മുടെ സ്റ്റാൻഡ് ബ്യൂട്ടിഫുള്ളായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്